രണ്ടാഴ്ച മുമ്പ് ഒരു ആപ്പിൾ പിക്കിങ്ങിനും ഫാം വിസിറ്റിനും പോയിരുന്നു. ഇന്ന് ആ വിശേഷങ്ങൾ പറയാം. കാനഡയിലെ നിലവിലെ നിയമങ്ങൾ മാറുന്നതിനനുസരിച്ച് അടുത്തൊരു ആപ്പിൾ പിക്കിങ്ങിന് ഞാൻ കാനഡയിൽ ഉണ്ടാവുമെന്ന് പോലും സംശയമാണ്. നമ്മുടെ നാട്ടില് വേനലവധിക്കൊക്കെ മാങ്ങ വീണ് കിടക്കണ പോലെയാണ് ഇവിടെ ആപ്പിൾ തോട്ടങ്ങൾ. ആദ്യത്തെ വർഷം ആപ്പിൾ പിക്കിങ്ങിന് പോയപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അത് ടൊറന്റോയിലായിരുന്നു. രണ്ടാമത്തെ വർഷം ഒരുപാട് എക്സൈറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ടും ജോലിയും ഇന്റേൺഷിപ്പും ക്ലാസ്സും ഒക്കെ ആയിട്ട് ആകെ തിരക്കായതുകൊണ്ടും ആപ്പിൾ പിക്കിങ്ങിനൊന്നും പോയില്ല. മൂന്നാമത്തെ വർഷമായപ്പോഴേക്കും മോങ്ടണിലേക്ക് മൂവ് ചെയ്ത് ഇവിടെ കിട്ടാത്ത ആപ്പിളുകളെല്ലാം പറക്കിക്കൂട്ട് ഉപ്പിലിട്ട് അച്ചാറിട്ട് മോരുകറി വെച്ച് ജാം ഉണ്ടാക്കി എന്തൊക്കെ ചെയ്തു എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇത് 4ാമത്തെ വർഷം. കഴിഞ്ഞ പ്രാവശ്യം ഉപ്പിലിട്ടത് ഈ ഇടയ്ക്ക് തീർന്നുള്ളൂ. അത് കാരണം ഒരുപാടൊന്നും പറിച്ചില്ല. ഫ്രൂട്ട്സിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ടാണ് മാങ്ങ കഴിഞ്ഞാൽ പിന്നെ ആപ്പിള്. അത് പറഞ്ഞപ്പോഴോർത്ത് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ വേനലവധിക്കും മാങ്ങ പറക്കി കഴിക്കുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും കൊല്ലം ചെല്ലും തോറും ആപ്പിൾ പറക്കണേന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആപ്പിളിന് 2ാം സ്ഥാനം കിട്ടിയത്. ഇവിടെ കാനഡയിൽ വന്നിട്ട് എനിക്ക് ഒരുപാട് തവണ മാങ്ങ കഴിക്കണമെന്ന് തോന്നിയപ്പോഴും ആകെ അവൈലബിൾ ആയിട്ടുള്ളത് അൽഫോൻസോ മാംഗോസും റെഡ് മാംഗോസും ആണ്. പിന്നെ ഒരു മായ മാംഗോസ് ഉണ്ട്, അത് അടിപൊളിയാണ്. അത് ഇനി ഞാൻ കാണുകയാണെങ്കിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. പക്ഷെ നമ്മളുടെ ഈ പ്രിയൊരുമാവ്, മൂവാണ്ടമാവ് എന്നൊക്കെ പറയുന്ന സുഖം ഈ അംബ്രോസിയ, റെഡ് ഡെലീഷ്യസ് ഇതൊന്നും പറയുമ്പോൾ കിട്ടാറില്ല. എന്തിന് മാങ്ങേനെയും മാവിനെയും വർണ്ണിച്ചുകൊണ്ട് എന്തുമാത്രം പാട്ട് മലയാളത്തിലുള്ളത്. പേരിന് ഒരു ആപ്പിൾ പാട്ടെങ്കിലും ഇംഗ്ലീഷിലുണ്ടോ?